ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നീണ്ട നാളത്തെയൊന്നുമല്ല, എന്നാലും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യചൂടി വീണ്ടും ദുബായിൽ എത്തിയിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ വളരെ സന്തോഷമുള്ള വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അങ്ങനെ എനിക്ക് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം എന്ത് കിട്ടിയിരിക്കുകയാണ്? 30s ക്ലബിൽ മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ എന്താ പറയുക, റിയാലിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇയർ തിരുത്താനുള്ളൊരു ഓപ്ഷൻ എനിക്കുണ്ടാവും തോന്നുന്നില്ല. ഇനി അഥവാ അത് തിരുത്തിയാൽ തന്നെയും ആളുകളോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ശരിക്കും ഞാൻ പണ്ട് ജനിച്ചിട്ടില്ലായിരുന്നു, കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ജനിച്ചതെന്ന് നമ്മളെ ചെറുപ്പം തൊട്ട് കാണുന്നവരോട് പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണുനീരൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞിട്ട് പറ കൊച്ചെന്നൊക്കെ എല്ലാവരും പറയുമായിരിക്കും. പക്ഷേ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ യൂണിയൻ മെട്രോ സ്റ്റേഷൻ നിയർ ആയിട്ടുള്ള പ്ലേസിലാണ്. ഞാൻ 2 ഇയറായിട്ട് ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെ ഈ പാർക്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ, എന്താണെങ്കിലും 30 ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യണം, ഒറ്റയ്ക്കൊക്കെ നടന്ന് നോക്കണം, ഒറ്റയ്ക്കൊക്കെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഒറ്റയ്ക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയൊന്നും ഇല്ല, പേടിയെന്നല്ല, പക്ഷെ നമുക്ക് എന്തോ ഒരു ഇത് തോന്നത്തില്ലേ, ആ ഒരു സംഭവം ഒന്നും ഇല്ലാതിരിക്കണം എന്നൊക്കെ ഓർത്തിട്ടാണ് ഇവിടെ അടുത്തുള്ള ഒരു പാർക്ക് ഏരിയയിലേക്ക് ഞാൻ വന്നത്. ഞാൻ കാണിച്ചു തരാം. പാർക്ക് നല്ല ഗ്രീനറിയാണ്. അതായത് ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നതിന് നിയർ ആയിട്ടുള്ള പാർക്ക് ഏരിയ ആണ്. കണ്ടോ, നല്ല ഗ്രീനറിയാണ് ഇവിടെ. പണ്ടൊക്കെ നൈറ്റ് ടൈമിൽ ഞങ്ങൾ റൂമിലുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ടാണെങ്കിലും വരുമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ്, ആരെയൊക്കെ കൂടെയായിരുന്നു, ഒറ്റയ്ക്ക് വരാനേ നിന്നിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു തീരുമാനം എടുത്തത്, എനിക്ക് ഒറ്റയ്ക്കും വരാൻ പറ്റുമെന്ന്. ഇവിടെ നിറച്ച ആളുകളുണ്ട്. കുറേ ആളുകൾ ചുമ്മാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. ഒറ്റയ്ക്ക് വെറുതെ നടക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാകും. ചിലർ കുട്ടികളെയൊക്കെ കൊണ്ടുവരും, അവരെ ചുമ്മാ ഇതിലൂടെ പാർക്കിലൊക്കെ നടത്താൻ വേണ്ടി സൈക്ലിങ് ചെയ്യുന്ന പിള്ളേരുണ്ടാകും അതിലൂടെ. അങ്ങനെ കുറേ ആളുകളുണ്ടാകും. കുറച്ച് ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാകും, കുറച്ച് പേര് അപ്പുറത്ത് ബാഡ്മിൻ്റൺ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഓരോരുത്തർ അവരുടേതായ ലോകത്താണ്. ഇവിടുത്തെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ആരും അങ്ങനെ ഭയങ്കരമായിട്ടും വേറെ ആളുകളുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നിൽക്കുന്ന രീതിയിലുള്ള മനുഷ്യന്മാരെ ഇവിടെ ഞാൻ അത്രയ്ക്ക് കണ്ടിട്ടില്ല. അവനവൻ്റെ കാര്യം, നമ്മൾ ഭയങ്കരമായിട്ടും വേറെ ആളുകളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കാറില്ല. അതൊക്കെ നല്ലൊരു കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 30 വയസ്സായതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് കൂടുതലായിട്ട് എന്താ പറയുക, ഈ ഉപദേശമൊക്കെ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. വസന്തങ്ങളിലേക്ക് ഏർപ്പെട്ട് പോയോ ഞാനെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞതാണ്, ഇത് നമുക്കാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതൊക്കെ നല്ലതാണല്ലോ. ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 30s nothing അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ നോക്കുമ്പം വീഡിയോ എടുക്കാൻ എനിക്കൊരു ചമ്മൽ ഇതുവരെ മാറിയിട്ടില്ല. അത് ഞാൻ മാറ്റി കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഉള്ളത് വിസിറ്റ് വിസയിലാണ്. ഞാൻ ജോബ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇൻ്റർവ്യൂസൊക്കെ വന്നിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലേ നമ്മൾ പോകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, റൂമിലിങ്ങനെ വെറുതെ ഇരിക്കണം. റൂമിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് പോകും. സോ പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ചുമ്മാ ഇതിലൂടെ നടക്കാനൊക്കെ വരണമെന്ന് വിചാരിക്കുന്നു. 30 അടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇനി എൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിനും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. പ്രായമായി വരികയാണല്ലോ. അപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഉള്ള ആളുകളുടെ കൂടെ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ചോറുണ്ടെന്നൊക്കെ എനിക്ക് ഒരു ആക്രാന്തമായതുകൊണ്ട് ചോറുണ്ടെന്നൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുമോ, വീട്ടിലിരുന്ന് തന്നെയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ നമ്പേഴ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് കൂടുതലായിട്ട് പറയാനുള്ളത്, ഇങ്ങനെ 30 അടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ 30 കഴിഞ്ഞിട്ടുള്ള ആളുകളില്ലേ, അവരോടൊക്കെയാണ് പറയാനുള്ളത്. 30 ഒന്നുമല്ല. അതായത് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു, അയ്യോ 30 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ അങ്കിളോ ആൻറ്റിയോ ഒക്കെയാണ്, പ്രായമായവരാണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, 30 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സിമ്പിൾ, കുറച്ച് പ്രായമായിട്ടുള്ളൂ. നമുക്കിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണമെന്നല്ല, 30 വയസ്സുള്ളതൊന്നും വലിയ കാര്യമില്ല. നമുക്ക് വലിയ പ്രായമെന്നൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ചില്ല് ചെയ്യുക. നമ്മൾ എന്താ പറയുക, നമ്മൾ മനസ്സുകൊണ്ടാണ് പ്രായത്തിൽ കുറവുണ്ടായിരിക്കുന്നതെന്ന് പറയത്തില്ലേ, അതിനോടാണ് ഞാൻ യോജിക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് പ്രായമായെന്ന് നമുക്കൊരിക്കലും തോന്നാൻ പാടില്ല. നമുക്ക് തോന്നിയിട്ടുണ്ടെന്നില്ലെങ്കിൽ നമുക്ക് പ്രായമായെന്ന് നമുക്ക് പ്രായമായി എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കും തോന്നത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാകാൻ നമ്മൾ നോക്കുക. ഇനി പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. അതായത് ബർത്ത്ഡേ ആയിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആര്യയും ഹസിയും അവർ രണ്ടുപേരും ഇന്നലെ നൈറ്റ് എനിക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. അവളുമാർ ഓർക്കുമെന്ന് ഓർത്തില്ല. പിന്നെ ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. പിന്നെ അതായത് ഇന്നോ അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 o'clock ആ സമയത്തായിരുന്നെങ്കിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു വലിയ ടെഡി ബിയറിനെയൊക്കെ എനിക്ക് കൊണ്ടുതന്നു. അതായത് അവർ വന്ന സമയത്ത് ഉള്ള ആ ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ എത്രമാത്രം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ എക്സൈറ്റഡ് മാത്രമായിരുന്നില്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഞാൻ ഈ ബർത്ത്ഡേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങ് വന്നതേ ഉള്ളൂ, ജോലി കിട്ടുമോ എന്നുള്ളതിൻ്റെ ടെൻഷനുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നല്ലോ. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു, വർത്താനം പറഞ്ഞു, ഞാൻ അവർക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ചമ്മൽ പോലെ. പിന്നെ കുറേ നേരം ഇവിടെ നിൽക്കാൻ എനിക്ക് പ്ലാനില്ല. കാരണം എൻ്റെ റൂമിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ പേര് നാസിയ എന്നാണ്. ആൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആൾ റൂമിലേക്ക് എത്തി. ആൾ വരുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി പോരുന്നുള്ളൂ. അയാൾ വന്ന് നമ്മൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ആളുടെ കൂടെ, അതായത് ഇന്ന് ബർത്ത്ഡേക്കാണല്ലോ, ജസ്റ്റ് പുള്ളിക്കാരെയും കൊണ്ട് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വരാമെന്നുള്ള പ്ലാനിലാണുള്ളത്. അവിടെ ചെന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിയുമ്പം ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അയ്യോ, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഒരു ചേട്ടൻ വന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ എനിക്ക് പുള്ളിക്കാരനോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയാനൊരു മടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അഥവാ എങ്ങാനും പുള്ളിക്കാരൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ്, ഹായ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, പുതിയ ആളെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, എൻ്റെ റൂമിലുള്ള കുട്ടിയാണ് നാസിയ. ട്രിവാൻഡ്രംകാരി അല്ലേ? ആളിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും ജോലി നോക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ച് വരാം. എന്നെപ്പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ആൾക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ ആളുകൾ പറയുമ്പോൾ എനിക്ക് ചമ്മലുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം അല്ലേ? ഞങ്ങൾ നടന്ന് ഗുരുവായൂർമാളിൻ്റെ ആ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. അതായത് ഞങ്ങൾ വർത്താനം പറഞ്ഞ് വന്നപ്പോൾ ഗുരുവായൂർമാൾ ഞങ്ങൾക്ക് തൊട്ടടുത്താണെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ്, ഞങ്ങൾ പോകുന്നത് ഗുരുവായൂർമാളിലേക്കാണെന്നാണ്. പക്ഷെ ഞങ്ങൾ പോകേണ്ട അങ്ങോട്ടല്ലായിരുന്നു. ഞങ്ങൾക്ക് സിറ്റി വ്യൂ റെസ്റ്റോറൻറ്റിലേക്ക് പുട്ടടിക്കാൻ വേണ്ടിയായിരുന്നു പോകേണ്ടത്. പിന്നെ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കത്തിയത്. എന്തെന്ന്, ഞങ്ങൾ ഗുരുവായൂർമാളിലേക്കല്ല പോകേണ്ടത്, ഫുഡ് കഴിക്കാനാണെന്ന്. എന്ത് ചെയ്യാനാ, രണ്ടു പേർക്കും ബോധം കുറച്ച് കൂടുതലായതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ വലിയത് പറയാനും പറ്റത്തില്ല. കാരണം രണ്ടുമല്ല ഇതിലൂടെ തെറ്റിത്തിരിഞ്ഞ് നടന്നത് ഞാനായതുകൊണ്ട് എൻ്റെ ഒരു ഒറ്റ ഉറപ്പിലാണ് ആളെൻ്റെ കൂടെ പോന്നേക്കുന്നത്. വഴിതെറ്റിച്ചേ അടങ്ങും ഞാനത്. ഇത് പിന്നെ ഇങ്ങനെ കൂടെ നിന്ന് ചിരിക്കത്ത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാക്കി എടുക്കണം. ഒരു കണ്ടു തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അതെ, ശരിയാക്കി എടുക്കണം. നമ്മുടെ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ആള് ബുക്ക് വായിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ. ഇതിന് മുൻപ് എൻ്റെ കൂടെ പൊന്നമ്പളി വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെ അവളങ്ങ് കത്തി കയറുക ചെയ്തത്. അതുപോലെ എൻ്റെ കസിന് എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഉള്ളത് സിറ്റി വ്യൂ റെസ്റ്റോറൻറ്റിലാണ്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഇപ്പം മെയിനായിട്ടും സിറ്റി വ്യൂയുടെ എന്താ പറയുക, ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ഇവിടെ ഔട്ട്സൈഡ് ഉണ്ട്. ഔട്ട്സൈഡിലാണെങ്കിൽ നല്ല മരമുണ്ട്. ഈവൻ സൈഡിൽ, അതായത് ആ ബോർഡറിലും സ്ഥലത്തും ചെറിയ ബുഷില്ലേ, അങ്ങനത്തെ കൂട്ടൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമാണ് നമുക്കിവിടെ വന്നിരിക്കാൻ. ഈവൻ ചൂടാണെങ്കിൽ പോലും ചെറിയ കാറ്റൊക്കെ ഉണ്ടാകും. മരത്തേലൊക്കെ നിറച്ച സ്റ്റാർസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം ഈ ഏരിയയിൽ, ദുബായിൽ യൂണിയൻ ഏരിയയിലൊക്കെയുള്ള ആളുകൾ, എനിക്ക് ഉറപ്പാണ് ഇവിടെയുള്ള ആളുകളൊക്കെ എന്താണ് ഇവിടെ വന്ന് എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്. ഇൻ കേസ് കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈബൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരാം അല്ലേ? ഇനിയിപ്പം നാട്ടിലുള്ളവർക്കും ഇവിടെ വന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വരാം. അതെ, ഫ്ലൈറ്റൊക്കെ എടുത്ത് വരാം. ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ കഴിച്ചിട്ട് അവർ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന വൈബ് പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ വരെ വണ്ടി വിളിച്ച് തരുന്ന നിർബന്ധമൊന്നുമില്ല. പൈസ കൊടുത്ത് സാധനം വാങ്ങിയിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. അല്ലാതെ ഫ്ലൈറ്റ് പിടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്നെ പോലെ അതിന് മണ്ടത്തരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചാർക്കോള്, ഗ്രീൻ ചില്ലി ചാർക്കോളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതൊക്കെ വന്നിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് തൽക്കാലം ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല. കഴിക്കുന്നതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. വയറൊക്കെ നിറഞ്ഞു എൻ്റെ ഒരു എന്താ പറയുക, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. 30 ആയതിൻ്റെ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി റൂമിൽ ചെന്നിട്ട്
ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് പൊട്ടിക്കരയണമെന്ന്. അയ്യോ 30 അതെ, അങ്ങനെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കാം. അതുകൂടി ചെയ്യണമെന്ന്, എന്നാൽ എനിക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ ശരി, ബൈ.